നമ്മുടെ ഈ കല്യാണമരം എന്ന സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ശ്രീ അജയ് ജോസഫാണ്. ഗാനം ആലപിച്ചിട്ടുള്ളത് ശ്രീ അജയ് ദീപ്. ഈ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളുമായിട്ടാണ് ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ സംഗീത സംവിധായകൻ ശ്രീ അജയ് ജോസഫിന് ഈ മൈക്ക് കൈമാറുന്നു. നമസ്കാരം. ഈ ചിത്രത്തിൽ എനിക്ക് സംഗീത സംവിധാനം നിർവഹിക്കാനായിട്ടുള്ള അവസരം തന്ന പ്രൊഡ്യൂസർ സജി കേലിയ സാറിനും സംവിധായകൻ രാജേഷ് അമനാരനും പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമുക്ക് ഓരോ സിനിമകൾ കിട്ടുമ്പോഴും നമുക്കതിന് പറ്റിയത് സംവിധായകൻ്റെ ആ ഒരു ആശയവും അദ്ദേഹത്തിൻ്റെ വിഷ്വൽ ഐഡിയാസും അനുസരിച്ചുള്ള ഒരു ഇത് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എപ്പോഴും ഒരു ടെൻഷൻ തന്നെ. ഓരോ സിനിമ കിട്ടുമ്പോഴും ഒരു പുതിയ സിനിമ ആദ്യമായിട്ട് ചെയ്യുന്നതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഒരു പ്രകൃതിയും ഗൃഹാതുരത്വവും എല്ലാം ഇണങ്ങി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ്, ഒരു ഗാനം, അതായിരുന്നു അദ്ദേഹത്തിന് ആവശ്യം. പല പ്രാവശ്യം ഉണ്ടാക്കിയും പൊളിച്ചും വീണ്ടും ചെയ്തു ഒക്കെയാണ് ഇന്നിപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ആ ഒരു രൂപത്തിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ സന്തോഷേട്ടനും അതിനുവേണ്ടി ഒത്തിരി പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. ശ്രേയ ജയദീപ് ഏറ്റവും നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. ഞാൻ അനുഭവങ്ങൾ പറയാൻ സന്തോഷേട്ടന് കൈമാറുന്നു. ശ്രീ അജയ് ജോസഫ് പറഞ്ഞ പോലെ ഓരോ പടങ്ങളിൽ എത്ര പടങ്ങളിൽ പാട്ട് എഴുതിയാലും അടുത്ത പടം കിട്ടുമ്പോൾ അതിൻ്റെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നന്നായിട്ട് എഴുതാൻ കഴിയണേ എന്നുള്ളതാണ് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരം പടങ്ങളിൽ നല്ല പാട്ടുകൾ, അതായത് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ എഴുതാനുള്ളൊരു അവസരം കിട്ടുമ്പോൾ അത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും മലയാളത്തിൻ്റെ ഭാഷ, അതായത് സത്യം പറഞ്ഞാൽ പാട്ടുകൾ എഴുതാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാഷ മലയാള ഭാഷയായിരുന്നു. അപ്പോൾ അത് ജനപ്രിയമാകുന്ന രീതിയിൽ, ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ ലളിതമായ വരികളും നല്ല ബിംബങ്ങളും ഒക്കെ ചേർന്നുള്ള പാട്ടുകൾ എപ്പോഴും എല്ലാ സിനിമകളിലും നമുക്കുണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ ഇതേപോലെയുള്ള വളരെയധികം ഒരു പാട്ട് വരുന്ന ഇടം, ആ വരുന്ന ഇടത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ പാട്ട് എഴുതുമ്പോൾ അതിൻ്റെ സംവിധായകൻ, സംഗീത സംവിധായകൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു നല്ല പാട്ട് പിറവിയെടുക്കുന്നത്. ഈ പാട്ടിന് പിറവിക്കുമെങ്കിൽ വെച്ചാൽ ഞാനൊരു 1-2 തവണ ആദ്യം പല ആശയങ്ങൾ എഴുതിയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു ചേരുകയും അങ്ങനെ അദ്ദേഹം ജോസഫ് ട്യൂൺ ചെയ്യുകയും അതിനുശേഷം ഞാൻ പാട്ട് എഴുതുകയും ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ചെയ്തപ്പോഴേക്കും ആണ് അതിൻ്റെ എനിക്കും സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു സിനിമയുടെ സിറ്റുവേഷനിലേക്ക് ഇണങ്ങിച്ചേരാനും പിന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം വേണമല്ലോ. എഴുതി തീർത്ത പോലെയാവരുത്. ഒരിക്കലും എഴുതി കഴിഞ്ഞാൽ നല്ല പാട്ട് എനിക്ക് എഴുതാൻ കഴിഞ്ഞു എന്ന് ഞാൻ വളരെയധികം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നൊരു പാട്ട് അങ്ങനെ എനിക്ക് എഴുതാൻ കഴിയണം. എന്നാലേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊരു അല്ലേ, പാടുമ്പോഴും അങ്ങനെയല്ലേ നമുക്കൊരു പാട്ട് പാടാൻ പറ്റിയൊരു തോന്നല്. ചെയ്യുന്ന ആൾക്കാർ, മ്യൂസിക് ചെയ്യുന്ന ആൾക്കാണെങ്കിലും നല്ലൊരു മ്യൂസിക് ചെയ്യാൻ കഴിഞ്ഞു. മലയാളത്തിന്റെ ഒരു തനിമയുള്ള പാട്ട് ചെയ്യാൻ ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഒരു മലയാള തനിമയുള്ള സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാള തനിമയുള്ള ഒരു പാട്ട്, അതായത് നമ്മളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും പഴയ കാലങ്ങളിൽ നമ്മൾ കേട്ടുള്ള അന്ന് രീതിയിലുള്ള പാട്ടുകളാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പാട്ടുകൾ ഇപ്പോഴത്തെ സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ കാലികമായ സിനിമയാണ്, ഇക്കാലത്തിന്റെ സിനിമയാണ്, നല്ലൊരു സന്ദേശമുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ നമുക്ക് എന്നിട്ട് പാട്ട് കൂടി ചെയ്യാൻ കഴിയുമ്പോൾ സിനിമയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഒരുപാട് ആ സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് അത് ഇണങ്ങി കഴിയുമ്പോഴേക്കും ഒരുപാട് അതിനെ ഉയർത്താൻ കഴിയും പാട്ടിന്, അല്ലേ? ആ ഒരു അപ്പോൾ അതിന് പിന്തുണയ്ക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം തീർച്ചയായിട്ടും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം കല്യാണമരം എനിക്ക് പേഴ്സണലി ഭയങ്കര അടുപ്പമുള്ളൊരു ടീമും ഒരു മൂവിയുമാണ്. അപ്പോൾ ഇതിലാകെ ഒരു പാട്ടേ ഉള്ളൂ. ആ പാട്ടും എനിക്ക് പാടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷകരമായിട്ട് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അജയ് സാറായിട്ട് ആദ്യമായിട്ടാണ് നല്ലൊരു പാട്ട്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു
പഴയ സ്റ്റൈൽ നമുക്ക് എപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പഴയ സിനിമ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ എൻ്റെ അമ്മമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അവരെ കുട്ടിക്കാലം അങ്ങനത്തെ ഒരു ഓർമ്മ എനിക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും കിട്ടുന്നുണ്ട്. സോ ഭയങ്കര ഒരു നല്ല മലയാള തനിമയുള്ള ഒരു പാട്ടാണത്. അത് പാടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. റെക്കോർഡിങ്ങിൻ്റെ സമയത്താണെങ്കിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു, കാരണം സാറിൻ്റെ പാട്ടുകൾ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ പാടാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു റെട്രോ വരികളാണെങ്കിലും ആ ഒരു റെട്രോ ഫീലിൽ പാടാൻ നല്ല സുഖമായിരുന്നു. നല്ലപോലെ എനിക്ക് എൻ്റെ എല്ലാ എഫേർട്സും വിട്ട് എൻ്റെ 100% കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളും പ്രേക്ഷകരിലേക്ക് പാട്ടെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ പാട്ട് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര നല്ല പാട്ടുകൾ ചെയ്താലും ചിലപ്പോൾ വേണ്ട പോലെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഈ കൊച്ചു സിനിമയിലെ നല്ലൊരു പാട്ടിനെ എത്തിക്കാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യം. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ പറയാം, പഴയ പല പാട്ടുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അത് ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറയാവുന്ന പാട്ടുകൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഗീത തന്നെയൊക്കെ പാടി. അതുപോലെ ONV സാറിന്റെ തന്നെ മറ്റേ ഒരു നിളം മാത്രം വിടർന്നൊഴിച്ചത്, ഈ പാട്ടൊക്കെ ആ സിനിമ ഇറങ്ങുന്ന കാലത്ത് ഹിറ്റായിരുന്നില്ല. അതൊക്കെ വേറെ പാട്ടുകളൊക്കെ ആയിരുന്നു ഭയങ്കര പോപ്പുലർ ആയിരുന്നത്. പക്ഷേ ഒരു ഇത്ര കാലം കഴിഞ്ഞപ്പോൾ ആ പാട്ടുകൾ ഇന്നും നിൽക്കുകയാണ്. അതായത് നല്ല പാട്ടുകൾ അപ്പം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അതവിടെ നിൽക്കും, ഒരു നിലനിൽപ്പുള്ള പാട്ടാണ്. അപ്പൊ അത്തരത്തിലൊരു പാട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഒറ്റയടിക്ക് ചില സിനിമ പാട്ടുകൾ അങ്ങനെയാണ്, പെട്ടെന്ന് കയറി കൊണ്ട് കത്തും. ഇപ്പൊ ഞാൻ തന്നെ എഴുതിയിട്ടുള്ള പാലാപ്പള്ളിയൊക്കെ ആണെങ്കിലും ഒറ്റയടിക്കൽ കത്തുകയാണത്. അതുപോലത്തെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ അത് പക്ഷെ അതിന്റെ ഇതുപോലെ ഈ കാലങ്ങൾ നിലനിൽക്കുന്ന പാട്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് നമ്മള് വിചാരിച്ചുണ്ടാക്കുന്നതല്ല, അത് ഉണ്ടായി പോകുന്നതാണ്. അത് ദൈവഹിതത്താൽ നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് വേണം കരുതാൻ. അപ്പോൾ അങ്ങനെ ഒരു പാട്ടായി ഇത് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? ഒരു കാലങ്ങൾ നിലനിൽക്കുന്ന പാട്ടായിട്ട് അത് തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായി തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയും കൂടി അതിന് ഒരു നിലനിൽപ്പുണ്ടാവും. സിനിമയ്ക്കും ഒരുപാട് പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എവിടെയെങ്കിലും പോയിരുന്നൊക്കെ എഴുതുക. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയും പോവാതെ റൂമിനകത്തിരുന്നുകൊണ്ട് മറ്റൊരു പ്രദേശത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ അല്ലെ പാടുന്ന ആളും ആ ബൂത്തിനകത്ത് നിന്നുകൊണ്ട് അതിനെ ആവാഹിച്ച് പാടുന്നു. അപ്പൊ എന്ന് പറയുന്ന പോലെ നമുക്ക് അത്തരത്തിലുള്ള ഈ 3 പേരുടെയും കൂടെ ഒരു ചേർച്ച എപ്പോഴും ഗാനരചിതാവ് കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ചിലപ്പോൾ അവർ വിളിക്കാഞ്ഞിട്ടല്ല, അപ്പൊ നമുക്ക് പോകാൻ പറ്റില്ല, നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും. അവിടുന്ന് വിട്ടുപോരാൻ പറ്റാത്തതുകൊണ്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്നതാണ് ഇതിന്റെ കാര്യം. ചില്ലകളിൽ മഞ്ഞുകണം തുമ്മലിടുമ്പോൾ നാട്ടുമാവിൽ കൂട്ടുകാരി കിളികുറുമ്പോൾ ഞാനും മുലപൊതിയോടെ പാറും നീരം വാരത്തുമ്പിയായി പുതുചിറകോടെ മലരിൻ കണ്ണുകളിൽ ഉലരി